അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹു കാന വമാ ലം യശഅ ലം യകുൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഒന്ന് ശ്രദ്ധിച്ചാൽ കിട്ടുന്ന വലിയ നേട്ടങ്ങളെക്കുറിച്ചാണ് നാം ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ പറഞ്ഞു വരുന്നത്. 29ാമത്തെ ക്ലാസ്സാണ്. പരിശുദ്ധ റമദാനിന്റെ ഈ വിടപറയൽ വേളയിൽ വിശുദ്ധ ഖുർആനിൽ വന്ന അത്തരം ഒരു ഇബാദത്തിനെ കുറിച്ച് പറയാം. നമുക്കൊക്കെ പരിചയമുള്ള സബ്ബിഹിസ്മ സൂറത്തിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം. അഥവാ 14-15 ആയത്തുകളിൽ ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ സ്മ റബ്ബിഹി ഫസല്ല. വളരെ കുറഞ്ഞ പദങ്ങളിൽ ഈ പരിശുദ്ധ ആയത്തുകൾക്ക് ഇമാമിയങ്ങൾ പറഞ്ഞ ഒരു അർത്ഥം ഇങ്ങനെയാണ്: ഖദ് അഫ്ലഹ. ഖദ് അഫ്ലഹ എന്നാൽ വിജയം വരിച്ചു കഴിഞ്ഞു, വിജയിച്ചിരിക്കുന്നു. ആര്? മൻ തസക്ക, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ആ പരിശുദ്ധ ഇസ്ലാമാകുന്ന പരിശുദ്ധി ഉള്ളതോടെ ഫിത്ർ സക്കാത്ത് കൊടുക്കുകയും വദക്കറ ഇസ്മ റബ്ബിഹി, തൻ്റെ നാഥന്റെ പേര് പറഞ്ഞു, അഥവാ പെരുന്നാളിന്റെ ദിവസം തക്ബീർ ചൊല്ലുകയും ഫസ്വല്ല, പെരുന്നാൾ നിസ്കരിക്കുകയും ചെയ്താൽ അവർ വിജയം വരിച്ചിരിക്കുന്നു. മാഷാ അല്ലാഹ്. നോക്കൂ നിങ്ങൾ, ഇത്ര വലിയ മഹത്വമാണ്. ചെറിയ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ പെരുന്നാൾ ദിവസത്തെ തക്ബീർ, പെരുന്നാൾ നിസ്കാരം എന്നിവയെല്ലാം ഗൗരവമായി പരിഗണിക്കുകയും അവ ചെയ്യുകയും ചെയ്യുക. വളരെ സിമ്പിളാണ് പെരുന്നാൾ നിസ്കാരം. എത്രത്തോളം സുബഹിന്റെ സുന്നത്ത് നിസ്കരിക്കുന്ന പോലെ 2 റക്അത്ത് നിസ്കരിച്ചാൽ പോലും പെരുന്നാളിന്റെ സുന്നത്ത് കിട്ടും. അതുപോലെ തക്ബീർ, അല്ലാഹു അക്ബർ എന്ന തക്ബീർ മന്ത്രങ്ങൾ എത്ര മഹത്വമാണ്. അത് ചെയ്യാൻ ശ്രമിക്കുക. ഇവ നിർബന്ധമല്ലെങ്കിലും വലിയ മഹത്വമുള്ള സുന്നത്തുകളാണ്. എന്നാൽ തസക്ക എന്ന് പറഞ്ഞ ഫിത്ർ സക്കാത്തോ അത് നിർബന്ധമാണ്. ഒരു മനുഷ്യൻ തൻ്റെ കടങ്ങളും പെരുന്നാൾ ദിവസത്തെ പകലിലെയും രാത്രിയിലെയും തൻ്റെയും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും അത്യാവശ്യ ചെലവുകളും കഴിച്ച് ബാക്കി വല്ലതുമുണ്ടെങ്കിൽ അവർക്കൊക്കെ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഫഖീറാണെങ്കിൽ പോലും അവന് ഫിത്ർ സക്കാത്ത് നിർബന്ധമായേക്കാം. മറ്റുള്ളവരുടെ സക്കാത്ത് വാങ്ങാൻ അർഹതയുള്ളതോടൊപ്പം തന്നെ അവന് സക്കാത്ത് കൊടുക്കാനും ബാധ്യതയുള്ളവനാവും. മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയ അരി ഉപയോഗിച്ച് അവന് സക്കാത്ത് കൊടുക്കാവുന്നതാണ്. തൻ്റെയും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ഭാര്യ, ചെറിയ മക്കൾ, മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ജോലിക്ക് പോകാൻ കഴിയാത്ത വലിയ മക്കളുണ്ടെങ്കിൽ അവരുടെ സക്കാത്തും കൊടുക്കണം. അതേസമയം ജോലിയും സാമ്പത്തിക ശേഷിയുമൊക്കെ ഉള്ള മക്കളുടെ സക്കാത്ത് ആ മക്കളാണ് കൊടുക്കേണ്ടത്. അത്തരം മക്കളുടെ സക്കാത്ത് പിതാവ് കൊടുത്താൽ വീഴണമെങ്കിൽ ആ മകൻ പിതാവിന് അത് കൊടുക്കാനും നിയ്യത്ത് വെക്കാനും ഒക്കെ വക്കാലത്താക്കണം. നിയ്യത്ത് നിർബന്ധമുള്ള നിർബന്ധ കർമ്മമാണ് സക്കാത്ത്. അതൊന്നുമില്ലാതെ മകൻ ഗൾഫിൽ നിന്ന് അയച്ച പൈസ എടുത്ത് മകന്റെ സക്കാത്ത് പിതാവോ ഭാര്യയോ മറ്റോ കൊടുത്താൽ അത് സക്കാത്താവുകയില്ല. ഇനി ഭാര്യയുടെ സക്കാത്ത് കൊടുക്കേണ്ടത് ആരാ? അത് ഭർത്താവാണ്. ഭാര്യ ധനമുള്ളവളാണെങ്കിലും ഭർത്താവാണ് ഭാര്യയുടെ സക്കാത്ത് കൊടുക്കേണ്ടത്. ഒരു ഭർത്താവ് കൊടുക്കുന്നില്ല, ഉണ്ടാവല്ലോ, ഭർത്താവ് കൊടുക്കുന്നില്ല എങ്കിൽ അത്തരം ഘട്ടത്തിൽ ഭാര്യ കൊടുത്താൽ അവളുടെ സക്കാത്ത് വീടുന്നതാണ്. അത് ആ ഭാര്യക്ക് സുന്നത്തുമാണ്. ഓരോ ആളെ തൊട്ടും ഒരു സാഗ് ഭക്ഷണധാന്യമാണ് കൊടുക്കേണ്ടത്. അത് ചെറിയ കുട്ടിയായാലും പ്രായം ചെന്നവരായാലും ഒക്കെ എല്ലാവർക്കും കൊടുക്കേണ്ടത് എത്രയാണ്? ഒരു സാ ഭക്ഷണധാന്യമാണ് കൊടുക്കേണ്ടത്. ഇന്നത്തെ തൂക്കം അനുസരിച്ച് അതാണല്ലോ എളുപ്പം. അപ്പോൾ 3 കിലോ കൊടുത്താൽ
ഉറപ്പായിട്ടും ഒരു സഹായി. 2.5 മുതൽക്ക് 3 കിലോ വരേക്കുമുള്ള തൂക്കമാണ് ഒരു സഹായി. പലതും അരികൾ വ്യത്യാസപ്പെടുന്നതനുസരിച്ച് വ്യത്യാസപ്പെടും. അപ്പോൾ 3 കിലോ കൊടുത്താൽ ഒരു സഹായി ഉറപ്പായി. കൊടുക്കേണ്ട സമയം പരിശുദ്ധ റമദാനിലെ അവസാനത്തെ ദിവസം സൂര്യൻ അസ്തമിച്ചത് മുതൽക്കാണ്. ആ സമയം മുതൽ 24 മണിക്കൂറാണ് സമയം. എന്നാൽ പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പ് കൊടുക്കലാണ് കൂടുതൽ പുണ്യവും സുന്നത്തും. പെരുന്നാൾ നിസ്കാരം കഴിയും വരെ ഫിത്ർ സക്കാത്ത് പിന്തിപ്പിക്കൽ കറാഹത്താണ്. പെരുന്നാളിന്റെ സൂര്യാസ്തമയത്തിന് ശേഷത്തേക്ക് പിന്തിക്കൽ ഹറാമാണ്, കുറ്റമാണ്. അതോടൊപ്പം അത് കൊടുക്കുകയും വേണം, അഥവാ ഖളാ വീട്ടണം, പിന്തിപ്പിച്ചതിന് തൗബ ചെയ്യുകയും വേണം. പെരുന്നാൾ മാസം കാണുന്ന സമയത്ത് നാം എവിടെയാണോ അവിടെയാണ് നമ്മുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ മക്കള് മറ്റെവിടെയോ ആണ് പഠിക്കുന്നത്, നമ്മുടെ നാട്ടിലല്ല, വേറെ ഏതെങ്കിലും പ്രദേശങ്ങളിലാണ് പഠിക്കുന്നത് എങ്കിൽ മാസം കാണുന്ന സമയത്ത് അവര് അവിടെയാണെങ്കിൽ അവരുടെ ഫിത്ർ സക്കാത്ത് അവരുള്ള പ്രദേശത്താണ് കൊടുക്കേണ്ടത്. ഭാര്യ എന്തോ ആവശ്യത്തിന് ഭാര്യയുടെ വീട്ടിലേക്ക് പോയതാണ്, റമദാനിലെ അവസാന മഗ്‌രിബിന്റെ സമയത്ത് അവൾ അവളുടെ വീട്ടിലാണെങ്കിൽ അവൾ അവളുടെ നാട്ടിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. പ്രവാസികൾ അവരുടെ ഓരോ പ്രദേശങ്ങളിലാണ് കൊടുക്കേണ്ടത്. അവിടങ്ങളിൽ വാങ്ങാൻ അർഹരില്ലെങ്കിൽ അർഹരുള്ള അതിനോടടുത്ത പ്രദേശത്ത് കൊടുത്താൽ മതി. ഭർത്താവ് വിദേശത്തും ഭാര്യയും മക്കളും നാട്ടിലുമാണെങ്കിൽ ഭർത്താവിൻ്റെത് വിദേശത്ത് അദ്ദേഹമുള്ള മഹല്ലിലും ഭാര്യയുടെയും മക്കളുടെയും അവരുള്ള പ്രദേശത്തുമാണ് കൊടുക്കേണ്ടത്. അവ കൊടുക്കാൻ പണം അയച്ചു കൊടുത്ത് ഭാര്യയെ വക്കാലത്താക്കിയാൽ മതി. നമ്മുടെ നാട്ടിൽ കൊടുക്കേണ്ടത് അരിയാണ്. നമ്മുടെ നാട്ടിലെ മുഖ്യ ആഹാരം അരിയാണ്. അരിപ്പൊടി, വേവിച്ച ചോറ് പോലുള്ളവയൊന്നും സക്കാത്തായി കൊടുത്താൽ സക്കാത്ത് വീടില്ല. പൈസ കൊടുത്താലും വീടില്ലെന്നാണ് ഷാഫി മദ്ഹബിലെ അഭിപ്രായം, മദ്ഹബ് അല്ലെങ്കിൽ ഷാഫി മദ്ഹബ്. എന്നാൽ അബു ഹനീഫ റളിയല്ലാഹു തആല അൻഹുക്ക് ഇത് പറ്റുമെന്ന് പറഞ്ഞവരുണ്ട്. കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അരി അളന്നോ തൂക്കിയോ മാറ്റിവെച്ചതിന് ശേഷമോ അള്ളാഹുവേ ഇത് എൻ്റെയും ഞാൻ ചെലവ് കൊടുക്കുന്ന നിർബന്ധമായവരുടെയും നിർബന്ധമായ ഫിത്ർ സക്കാത്താണ്, നീ എന്നിൽ നിന്ന് സ്വീകരിക്കണേ എന്ന നിയ്യത്ത് നിർബന്ധമാണെന്ന് ഓർക്കുക. നിയ്യത്തുകളുടെ ടെക്സ്റ്റ് കൂടെ ഞാൻ അയക്കാം. ആ ടെക്സ്റ്റ് നോക്കി നിയ്യത്ത് വെക്കാം. നിയ്യത്തില്ലെങ്കിൽ അത് സക്കാത്താവുകയില്ല. ദുഹൂർ നിസ്കാരം നിയ്യത്ത് വെക്കാതെ ദുഹൂർ നിസ്കാരാവും എന്നതുപോലെ തന്നെ. കൊടുക്കേണ്ടത് ആർക്കാ? അത് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ 8 വിഭാഗത്തിൽപ്പെട്ടവർക്കാണ്. അയൽവാസികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർ ഈ 8 വിഭാഗത്തിൽ ഏതിലെങ്കിലും പെടുമെങ്കിൽ അവർക്ക് കൊടുത്താൽ വീടും. അങ്ങനെ ഖുർആനിൽ പറഞ്ഞ 8 വിഭാഗത്തിൽ നമ്മുടെ അയൽവാസികൾ പെടുമെങ്കിൽ അവർക്ക് കൊടുക്കാം, അല്ലാഞ്ഞാൽ നമ്മുടെ സക്കാത്ത് വീടില്ല. അപ്പൊ അങ്ങനെ കൊടുക്കേണ്ട ഒരു അയൽവാസി ഉണ്ട് എങ്കിൽ അവർക്ക് വേറെ കൊടുത്തോളി. അരി ഏത് സമയത്ത് കൊടുക്കാമല്ലോ, ഭക്ഷണം വിതരണം കൊടുക്കുക അല്ലെ ഭക്ഷണം നൽകാൻ വലിയ പുണ്യമുള്ള കാര്യമല്ല. പക്ഷെ സക്കാത്ത് കൊടുക്കണമെങ്കിൽ ഈ 8 വിഭാഗത്തിൽപ്പെട്ടവരാവണം. ഇനി നമുക്ക് സക്കാത്ത് കൊണ്ടുവരും ആളുകൾ, നമുക്ക് തരും അല്ലെ. അപ്പൊ അങ്ങനെ നാം സക്കാത്ത് വാങ്ങാൻ അർഹരല്ലെങ്കിൽ, നാം ഈ ഖുർആനിൽ പറഞ്ഞ 8 വിഭാഗത്തിൽപ്പെട്ടവരല്ല എങ്കിൽ നമ്മുടെ അയൽവാസികൾ നമുക്ക് സക്കാത്തിന്റെ അരി തരുമ്പോൾ നല്ല വാക്കുകൾ പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അവരോട് അത് അർഹർക്ക് കൊടുക്കാൻ പറയുകയും അവരുടെ സ്നേഹത്തിനും പരിഗണനക്കും നന്ദി അഥവാ ജസാക്കുമുല്ലാഹു ഖൈറ എന്നൊക്കെ പറഞ്ഞ് അവർ നല്ല നിലക്ക് പറഞ്ഞേക്കാം. 8 വിഭാഗത്തിൽപ്പെട്ടവർ ആരൊക്കെ? ഒന്ന് ഫക്കീറാണ്, തൻ്റെയും കുടുംബത്തിൻ്റെയും അതത് ദിവസങ്ങളിലെ ചെലവുകൾക്ക് ആവശ്യമായ തുക ഇല്ലാത്തവനാണ് ഫക്കീർ. അഥവാ 1000 രൂപ ചെലവിന് വേണ്ട അവരുടെ കയ്യിൽ വെറും 300 രൂപയുള്ളൂ, എന്നാൽ അവൻ ഫക്കീറാണ്. അതേസമയം മിസ്കീനാവാൻ അല്ലെങ്കിൽ മിസ്കീനാവലെ പോയ 1000 രൂപ ചെലവിന് ആവശ്യമുണ്ട്, പക്ഷെ അവൻ എന്തുണ്ട് 700 ഒക്കെ ഒപ്പിക്കാൻ കഴിയും. നേരത്തെ 300 ഒക്കണില്ല, ഇവന് 700 ഒക്കെ ഒപ്പിക്കാൻ കഴിയും എങ്കിൽ അവനാണ് മിസ്കീൻ. ഈ മിസ്കീനാണ് സക്കാത്ത് കൊടുക്കാൻ പറ്റുന്ന വിശുദ്ധ ഖുർആൻ പറഞ്ഞ 2ാമത്തെ വിഭാഗം. 3ാമത്തെ വിഭാഗന്മാരാണ് ശരിക്കും വിശ്വാസം ഉറച്ചിട്ടില്ലാത്ത പുതുമുസ്ലിമീങ്ങൾ, പരിശുദ്ധ ഇസ്ലാമിലേക്ക് ഇപ്പോൾ വന്നവരാണ്. അവരിങ്ങനെ ഇസ്ലാമിനോട് ഇണങ്ങിച്ചേർന്നിട്ടില്ല. അവർക്ക് സക്കാത്ത് കൊടുക്കുന്നത് അവരെ കൂടുതൽ ഇസ്ലാമിൽ അടിയുറപ്പിച്ച് നിർത്താൻ കഴിയും. അത്തരം പുതുമുസ്ലിമീങ്ങൾ, അല്ലാതെ എന്തെങ്കിലും ഇസ്ലാം മതം സ്വീകരിച്ചു എന്നവർക്കൊന്നല്ല. ഇസ്ലാം മതം സ്വീകരിച്ചു എന്നതല്ല സക്കാത്ത് അർഹനാവാൻ കാരണം, മറിച്ച് അവരിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ. അവരെ ഒന്ന് ഉറപ്പിച്ച് നിർത്താൻ സഹായകമാകുമെങ്കിൽ അവർക്ക് കൊടുക്കാം.
നാലാമത്തെ വിഭാഗമാരാ ഇസ്ലാം അനുവദിച്ച കാര്യങ്ങൾക്ക് വേണ്ടി ഹലാലായ രീതിയിൽ കടം വാങ്ങി കടത്തിൽ പെട്ടവർ. അങ്ങനെ കടം വാങ്ങിയതാണ് ഈ കടത്തിൽ പെട്ടുപോയി, എന്നാൽ അവർക്ക് സക്കാത്ത് കൊടുക്കാം. അതുപോലെ അഞ്ചാമത്തെ ആളാരാ ഒരു നിശ്ചിത സ്ഥലത്തേക്ക് ഹലാലായ യാത്ര പോകുന്നയാൾ. തൻ്റെ യാത്രയ്ക്ക് ആവശ്യമായ ചെലവുകൾക്ക് പണമില്ലാതെ കുടുങ്ങി, അവർക്കും സക്കാത്ത് കൊടുക്കാം. ഇന്നൊക്കെ ഇത്തരം യാത്രക്കാർ ഒരുപാടുണ്ടാകും. ജോലിക്ക് വേണ്ടി വിദേശങ്ങളിലേക്കോ ഗൾഫിലേക്കൊക്കെ യാത്ര പുറപ്പെട്ടു. ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് യുദ്ധമോ മറ്റോ കാരണം ഫ്ലൈറ്റുകൾ മുടങ്ങി, അങ്ങനെ മറ്റു രാജ്യങ്ങളിലോ സ്ഥലങ്ങളിലോ കുടുങ്ങിപ്പോകുന്നത്. അവരുടെ കയ്യിൽ വളരെ അത്യാവശ്യത്തിനുള്ള പൈസ ഉണ്ടാവും. അവർ എവിടെയെങ്കിലും കുടുങ്ങിപ്പോയാൽ അവർക്ക് എന്ത് ചെയ്യാം? സക്കാത്ത് കൊടുക്കാം, അവർക്ക് വാങ്ങുകയും ചെയ്യാം. ഇവരൊക്കെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞ 8 വിഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിൽ ഇന്ന് കിട്ടുന്നവർ. 5 വിഭാഗത്തെ പറയും, ഇനി 3 വിഭാഗമുണ്ട്. അതാരാ? ഒന്ന്, അടിമത്തത്തിൽ നിന്ന് മോചനപത്രം എഴുതിയവർ, അല്ലെങ്കിൽ രണ്ടാമത്തത് സക്കാത്തിന്റെ തൊഴിലാളികൾ, അഥവാ ഏഴാമത്തത് സക്കാത്തിന്റെ തൊഴിലാളികൾ. പിന്നെയോ പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന യോദ്ധാക്കൾ, ഇവരാണ് 8ാമത്തത്. ഈ 3 വിഭാഗം ഇന്ന് നമ്മുടെ നാട്ടിലില്ല. ആ പേരിലൊക്കെ ആരെങ്കിലും സക്കാത്ത് ചോദിച്ചു വന്നാൽ സക്കാത്ത് കൊടുക്കാനും പാടില്ല, നമ്മുടെ സക്കാത്ത് വീടുന്നതുമല്ല. അതുപോലെ സംഘടനകൾക്കോ സ്ഥാപനങ്ങൾക്കോ കമ്മിറ്റികൾക്കോ ഒന്നും സക്കാത്ത് കൊടുത്താൽ വീടില്ല. അവരൊന്നും ഖുർആൻ പരാമർശിച്ച 8 വിഭാഗങ്ങളിൽ പെട്ടിട്ടില്ല എന്നതാണ് കാരണം. ആ കമ്മിറ്റിയിൽ ഒരാൾ മിസ്കിന് അവന് കൊടുക്കാം, അല്ലാതെ കമ്മിറ്റിക്ക് കൊടുത്താൽ പറ്റൂല. കുട്ടികൾക്ക് കൊടുത്താലും സക്കാത്ത് വീടില്ല. എന്ത്? കുട്ടികൾക്ക്, പ്രായം തികയാത്ത കുട്ടികൾക്ക് സക്കാത്ത് കൊടുത്താൽ സക്കാത്ത് വീടില്ല. അപ്പോൾ യതീം കുട്ടികളെയൊക്കെ സക്കാത്തിന് പരിഗണിക്കുമ്പോൾ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ പ്രായം തികയാത്ത ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് സക്കാത്ത് കൊടുത്താൽ സക്കാത്ത് വീടുകയില്ല. അവർ സംഗതി സാധുക്കളും മിസ്കിനൊക്കെ ആയിരിക്കും, പക്ഷെ പ്രായം തികഞ്ഞിട്ട് അവർക്ക് സക്കാത്ത് കൊടുത്താൽ വിടുകയില്ല. ഇനി പ്രായം തികഞ്ഞാലോ യതീമിന്, പ്രായം തികയുന്നവരെ യതീമായി പരിഗണിക്കുകയില്ല. പിന്നെ യതീമിന് കൊടുക്കാൻ നേർച്ചയാക്കിയതാണെങ്കിൽ പ്രായം തികഞ്ഞ കുട്ടികൾക്ക് യതീമുക്കളുടെ പൈസ കൊടുക്കാൻ പറ്റൂല. അപ്പൊ പിന്നെ എന്ത് ചെയ്യുക? അവന് സക്കാത്ത് കൊടുക്കണമെങ്കിൽ അവൻ നേരത്തെ പറഞ്ഞ 8 വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാളാണ്. പ്രായം തികഞ്ഞപ്പോൾ അവൻ ഫക്കീറാണ്, മിസ്കീനാണ്, കടക്കാരനാണ്, എന്നാൽ ആ നിലക്കൊക്കെ അവർക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ റമദാൻ അവസാനത്തിൽ വീടുകളിൽ കയറി ഇറങ്ങുന്ന കുട്ടികൾക്ക് നമ്മൾ സക്കാത്ത് കൊടുക്കുന്ന ശീലമുണ്ട്. അത് അങ്ങനെ കൊടുത്താൽ നമ്മുടെ സക്കാത്ത് വീടൂല. ഭ്രാന്തന്മാർക്ക് കൊടുത്താലും വീടൂല. അതുപോലെ മഹാന്മാരായ സയ്യിദന്മാർക്ക്, അഥവാ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവർക്കും സക്കാത്ത് കൊടുത്താൽ സക്കാത്ത് വീടുകയില്ല. അവർക്കൊക്കെ എന്താണ്? സ്വതക്ക കൊടുക്കുക. അതുപോലെ ഒരു ഭർത്താവിന്റെ കീഴിൽ കഴിയുന്ന ഭാര്യക്ക്, ഭർത്താവിന്റെ കീഴിൽ സന്തോഷത്തോടെ കഴിയാണ്, തൻ്റെ ഭർത്താവിൽ നിന്ന് തന്നെ ആവശ്യമായ ഭക്ഷണവും വസ്ത്രവും മറ്റുമൊക്കെ ലഭിക്കുന്ന ഭാര്യയാണെങ്കിൽ ആ സ്ത്രീക്ക് സക്കാത്ത് കൊടുത്താൽ സക്കാത്ത് വീടില്ല. ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കണം. പല സ്ത്രീകളുണ്ടാവും സക്കാത്ത് വാങ്ങാൻ ഇറങ്ങിയെടുക്കുന്നത്. ആ സഹോദരി ഒരു പക്ഷേ അവളുടെ ഭർത്താവിൻ്റെ അടുത്ത് സുഖമായി കഴിയുന്നുണ്ട്, അവൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, അവൾക്ക് വേണ്ട ഓരോ നേരത്തെ ഭക്ഷണവും ഭർത്താവ് കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ സ്ത്രീനെ എന്തായി ഗണിക്കൂല? ഈ ഖുർആനിൽ പറഞ്ഞ ഫക്കീറോ മിസ്കീനോ ആയി ഗണിക്കുന്നതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം സ്ത്രീകൾക്ക് സക്കാത്ത് കൊടുത്താൽ സക്കാത്ത് വിടുകയില്ല. അവകാശികളിൽപ്പെട്ട 3 പേർക്ക് കൊടുക്കണമെന്നാണ് പ്രബലം. അവകാശികളിൽപ്പെട്ട 3 പേർക്ക്, ഒരു ഫക്കീർ, ഒരു മിസ്കീൻ, ഒരു കടക്കാരൻ, ഇങ്ങനെ കൊടുക്കലാണ് ഏറ്റവും നല്ലത്. ഇനി ഒരേ വിഭാഗത്തിലെ 3 പേർക്ക് കൊടുത്താലും മതി. ഫക്കീറേ ഉള്ളൂ നമ്മളെ നാട്ടിൽ, ആ ഇത്തരം ഫക്കീറുകളായ 3 ആളുകൾക്ക് കൊടുക്കുക. അപ്പൊ എന്തായാലും 3 ആളുകൾക്ക് അല്ലെ 3 വിഭാഗത്തിന് കൊടുക്കൽ ആണ് പ്രബലമായ അഭിപ്രായം. അഥവാ തൻ്റെ 3 കിലോ അരി, ചിലപ്പോൾ ഒരു കുട്ടിയാണ്, പഠിക്കുന്ന കുട്ടി എന്നാൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്, ആ കുട്ടിയുടെ സക്കാത്ത് കൊടുക്കേണ്ടത് എങ്ങനെ? ആ കുട്ടി നിൽക്കുന്ന സ്ഥലത്തായിരിക്കുമല്ലോ സക്കാത്ത് കൊടുക്കുന്നത്. കുട്ടി വരുമ്പോൾ ചെറിയ കുട്ടി എന്നല്ല, പ്രായം തികഞ്ഞ കുട്ടികളൊക്കെ ആയിരിക്കും. അവരുടെ 3 കിലോ അരി വാങ്ങി അതിനെ 3ആയി ഭാഗിച്ച് 1 കിലോ ഒരു മിസ്കീന്, വേറൊരു കിലോ വേറൊരു ഫക്കീറിന്, വേറൊരു കിലോ ഒരു കടക്കാരന്, ഇങ്ങനെ കൊടുക്കുകയാണ് വേണ്ടത്. ഇനി അങ്ങനെ കൊടുക്കാൻ കഴിയില്ലെങ്കിൽ 3 മിസ്കീന്മാർക്ക് കൊടുക്കുക, ഓരോ കിലോ വീതം. ഒരു പ്രവാസി ഗൾഫിൽ മാസം കണ്ടതനുസരിച്ച് അവിടെ ഫിത്ർ സക്കാത്തോ കൊടുത്ത് നാട്ടിലേക്ക് പോന്നു. നാട്ടിലെത്തിയപ്പോൾ നാട്ടിൽ നോമ്പാണ്, പെരുന്നാളായിട്ടില്ല, എന്നാ ഞാൻ അദ്ദേഹം സക്കാത്ത് മടക്കി കൊടുക്കണോ? അത് വേണ്ട. അദ്ദേഹത്തിന്റെ സക്കാത്തൊക്കെ വീടിക്കഴിഞ്ഞു. കാരണം റമദാൻ 1 മുതൽക്ക് തന്നെ സക്കാത്ത് കൊടുക്കാന്നുള്ള അഭിപ്രായം ഉണ്ടല്ലോ. അപ്പൊ ആ പ്രവാസിയുടെ സക്കാത്തൊന്നും കൊടുക്കേണ്ടതില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ
അല്ലാഹു തആല സൂറത്തു സബ്ബിഹിസ്മയിൽ പറഞ്ഞ വളരെ ചെറിയൊരു ആയത്ത്, ഖദ് അഫ്ലഹ മൻ തസക്ക, ഫിത്ർ സക്കാത്ത് കൊടുത്തവർ വിജയം വരിച്ചിരിക്കുന്നു. വദക്കറ സ്മ റബ്ബിഹി, അവന്റെ റബ്ബിന്റെ നാഥന്റെ പേര് പറഞ്ഞ് തക്ബീർ ചൊല്ലി, ഫസല്ല, നിസ്കരിക്കുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് തക്ബീറിന്റെ ഓഡിയോ ഒക്കെ അയച്ചു തരാം. അതൊക്കെ കേട്ട് തക്ബീർ ചൊല്ല. പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ പെരുന്നാൾ നിസ്കരിക്കുക. അതുപോലെ എല്ലാവരും ഫിത്ർ സക്കാത്ത് കൊടുക്കുകയും ചെയ്യും. അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ, നോമ്പ് സ്വീകരിക്കട്ടെ. ഇനിയും ഒരുപാട് റമദാനുകളെ സ്വീകരിക്കാനും നോമ്പെടുക്കാനും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും മറ്റ് ദാനധർമ്മങ്ങൾ ചെയ്യാനും ഉംറ ചെയ്യാനും ഒക്കെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. മരണപ്പെട്ടുപോയവരുടെ ഖബറുകൾ അല്ലാഹു തആല സ്വർഗ്ഗപ്പൂന്തോപ്പാക്കട്ടെ. നമ്മെയും അവരെല്ലാവരെയും അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ സ്വാലിഹീങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.